KSRTCയിലെ ചില തന്തയില്ലാത്ത ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറൊന്നുമല്ല, കറക്റ്റ് BGM ആണ് ഇപ്പോൾ കേട്ടത്. അതായത് KSRTCയിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗക്കാർ മാത്രം, അതായത് പൈസ മേടിച്ച് വെറുതെ ഇരുന്ന് മറ്റുള്ളവനെ പരദൂഷണവും പറഞ്ഞ് മറ്റുള്ളവൻ്റെ കുറ്റവും പറഞ്ഞ് ചായ കുടിച്ചിരിക്കുന്ന അവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു 20 ദിവസം എനിക്ക് ആശുപത്രിയും വീട് ആയിട്ട് പോയി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു വിഭാഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല, KSRTCയിലെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്വീപ്പിങ് ക്ലീനൊക്കെ ചെയ്തെടുത്തില്ലേ ബസ്സിനകത്ത്, ആ ഒരൊറ്റ വിഭാഗക്കാരുടെ ഒരു പിടിപ്പ് കേട് കൊണ്ട് മാത്രം എൻ്റെ നിന്ന് ചിലവായത് ആയിരങ്ങളാണ്. പളമണൽ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ഹോസ്പിറ്റൽ എല്ലാം, പോക്ക് വരവ് എല്ലാം കൂടെ ഒരു 20 ദിവസം കുറച്ച് നല്ലധികം പൈസയും എൻ്റെ നിന്ന് പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ 8-ാം തീയതി ഞാൻ കൊല്ലത്ത് ആഞ്ഞിലിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മുടെ പാലോട് നമ്മുടെ സ്റ്റേഷൻ വരെ KSRTC ബസ്സിൽ ഒരു എറണാകുളത്ത് നിന്ന് വരുന്ന ബസ്സിൽ ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ആ ഒരു യാത്ര ഞാൻ ബസ്സിൽ കയറുകയും ചെയ്തു. രാത്രിയായിരുന്നു, ഒരു 7:15-നാണ് ബസ് അവിടെ വന്നത്. ബസ് തന്നെ അവിടെ വന്നത് ലേറ്റായിരുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ പണികൾ കാരണം ബസ് വരവ് വളരെ പതുക്കെയാണ് വരുന്നത്, നമുക്കറിയാം. സോറി. അപ്പോൾ അങ്ങനെ രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഞാൻ ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറി കഴിഞ്ഞ് ഒരു രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പ് കാരണം നല്ല തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ഷട്ടർ ഇട്ടു. ആ ഷട്ടർ ഇട്ടത് എൻ്റെ ജീവിതത്തിൽ 20 ദിവസത്തിനാണെന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് 2 ദിവസം കഴിഞ്ഞാണ് എനിക്കത് മനസ്സിലായത്. വേറൊന്നുമല്ല, ആ ഒരു ഷട്ടർ ഇട്ടുന്ന സമയത്ത് ആ ഷട്ടറിനകത്ത് നിന്ന് എത്രയോ മാസങ്ങളായെന്ന് തോന്നുന്നു ആ ഷട്ടർ അത് തുറന്നിട്ട് റൈറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഈ വണ്ടി പോകുന്ന സമയത്തൊക്കെ കയറുന്ന പൊടി ആയിരിക്കണം. അതും പിന്നെ കുറേ ചുരുട്ടി വെച്ച ടിക്കറ്റ്, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വന്ന് മുഖത്തടിച്ച്, പൊടിയെന്ന് പറഞ്ഞാൽ ഭുമ്മനെ ഒരു അടിയായിരുന്നു. ഷട്ടർ താത്തിട്ടത് നേരെ വന്ന് മുഖത്തടിക്കുക. ഇതെല്ലാം കൂടെ അടിച്ച് തട്ടിയൊക്കെ കളഞ്ഞിട്ട് ഞാനിരുന്നു. ബസ് പാലോട് വന്ന് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ചെറിയ തുമ്മലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് രാത്രി കാറ്റടിച്ച് യാത്ര അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിട്ടു. 2-ാമത്തെ ദിവസം പനിയായി. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് പൾമണറി ഇൻഫെക്ഷൻ സംഭവിച്ചിരിക്കുകയാണെന്നുള്ളത്. ബ്ലഡ് ടെസ്റ്റിലാണ് അവരത് പറയുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റായി, പിന്നെ പൾമണറി ടെസ്റ്റായി, യാത്രയായി, അങ്ങനെ മറ്റതായി മറിച്ചതായി കുറച്ച് ദിവസം അങ്ങനെ പോയി കിട്ടി. അവർ പറഞ്ഞു, അതായത് നമ്മുടെ ട്രക്കിക്കകത്ത് ട്രക്കിക്കകത്ത് ഓൾറെഡി 3rd പാർട്ടി ഫോറിൻ ബോഡി ഉണ്ട് എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റിൽ മനസ്സിലാവുകയും അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പോസിബിളായിട്ടുള്ളത് ഈ ഒരു പൊടി അടിച്ചത് മാത്രമേ പോസിബിളായിട്ടുള്ളൂ, അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ പറഞ്ഞു എന്തായാലും അത് ഡസ്റ്റ് കയറിയതാണ്. പിന്നെ നല്ല ചുമയുണ്ട്. ചുമയെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ മിനിമം ഒരു 5 ചുമയെങ്കിലും ചോദിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മിനിറ്റിൽ ഒരു 5 തവണയൊക്കെ ഇരുന്നിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും സീരിയസ് ഒരു കണ്ടീഷനിലൂടെയാണ് ഞാൻ കടന്നു പോയത്. അപ്പോൾ ഇത് വേറെ ഒന്നും കൊണ്ടുണ്ടായതല്ല. KSRTCയിലെ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ വെറുതെ ശമ്പളവും വാങ്ങിച്ച് വല്ലവനെയും കുറ്റവും പറഞ്ഞ് അവന്മാരവിടെ എന്തോ ചെയ്യട്ടെ, ആ ഒരു വിഭാഗത്തിൻ്റെ പിടിപ്പ് കേട് കൊണ്ട് മാത്രമുണ്ടായ ഒരു അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഇങ്ങനൊരു സംഭവം എനിക്ക് സംഭവിച്ചത്. കാരണം എല്ലാവരും KSRTCയിൽ ഇങ്ങനെ ആണെന്നല്ല ഞാൻ പറയാം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മെക്കാനിക്കൽ സൈഡിലും ഓഫീസ് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എൻ്റെ പ്രായത്തിലുള്ളതും മുതിർന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എനിക്കത് എന്താ പറയുക, നമുക്ക് അത് നമ്മൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചു പോകാൻ നമുക്കത് പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഇതാണ് സംഭവം. ഒരു കുറച്ച് ആൾക്കാർ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജോലിയുണ്ട്. KSRTCക്കകത്ത് എന്തായാലും ബസ്സുകൾ കൊണ്ടിടുന്ന സമയത്ത്, ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബസ്സൊക്കെ കൊണ്ടിടുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാനും എടുക്കാനും എല്ലാത്തിനും അതിൻ്റേതായ ആൾക്കാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അവന്മാരത് ചെയ്യുന്നില്ല. അവന്മാരോ അല്ലെങ്കിൽ അവളുമാരോ ആ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോടാണ് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് KSRTC ബസ്സിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ സ്വീപ്പിങ്ങോ എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ, ബസ് ക്ലീൻ ചെയ്യുകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സാധനമല്ലേ എന്ന് വിചാരിച്ച് വിടാതെ വാങ്ങിക്കുന്ന ശമ്പളത്തിന് ഒരു ശകലമെങ്കിലും ഉളുപ്പ് കാണിക്കണം. അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ശമ്പളത്തിനോട് ഒരു കൂറ് കാണിക്കണം നിങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് പറഞ്ഞു. കാരണം എൻ്റെ അഭിപ്രായം എനിക്കിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കുണ്ടായ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം വാങ്ങിക്കുന്ന ശമ്പളത്തിന് എന്തെങ്കിലും ഒരു ശകലമെങ്കിലും ആത്മാർത്ഥത കാണിക്കുക. ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക. നിങ്ങളങ്ങനെ കാണിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഗതികൾ എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അന്നത്തെ യാത്രയിൽ അതേ ദിവസം
ആ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് വന്ന് നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു മിനിറ്റ് ഒരു 40-50 സെക്കൻഡ് എന്തായാലും ബസ്സിൻ്റെ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ബസ്സിൽ കയറാൻ പറ്റാതെ ആ സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ബസ്സിലെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ബസ്സിലെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഡോറിലാണ് നിന്നത്, മറ്റേ പവർ ഡോറാണ്, എയർ ഡോറാണ്. അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് ഈ ഡോർ വർക്കാവുന്നില്ല, നിങ്ങൾ പിറകെ പൊക്കോന്നു. അങ്ങനെ പിറകെ ചെന്നാണ് ഞങ്ങൾ ആ ബസ്സിൽ കയറുകയുണ്ടായത്. അതേപോലെ തന്നെ അവിടെ നിന്ന് കൊല്ലത്ത് ആഞ്ഞിലിമൂട് നിന്ന് കുണ്ടറയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പാണ് ആഞ്ഞിലിമൂട് നിന്ന് പാലോട് വരെയും എല്ലാ സ്റ്റോപ്പുകളിലും മിനിമം ഒരു 10-20 സെക്കൻഡ് അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ, ഒരു 2 പേര് ഇറങ്ങാനുണ്ടെങ്കിലും അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10-20 സെക്കൻഡും ഇറങ്ങിക്കഴിഞ്ഞ് ഇത് അടയ്ക്കാനായിട്ട് വീണ്ടും ഒരു 20 സെക്കൻഡും, ഇത്രയും ഒട്ടുമിക്ക സ്റ്റോപ്പുകളിൽ ഇതായിരുന്ന അവസ്ഥ. അപ്പം ഞാനിത് ഡ്രൈവർമാരോട് ഇത് ചോദിച്ച സമയത്ത്, ഡ്രൈവറിൻ്റെ അടുത്തും കണ്ടക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അവരിങ്ങനൊരു പ്രോബ്ലം അവരുടെ ട്രിപ്പിൽ ഇവരിത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് മെക്കാനിക്കൽ സൈഡിൽ വണ്ടി കൊണ്ട് കൊടുക്കും. അവരുടെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അവർ വണ്ടി കൊണ്ട് കൊടുക്കും. ആ മെക്കാനിക്കൽ സൈഡിൽ നിന്ന് ഇത് റിപ്പയർ ചെയ്ത് തിരിച്ച് തരില്ല, അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡിൻ്റെ പ്രോബ്ലമാണ് ഇതെന്നാണ് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ മനസ്സിലായത്. കാരണം അവർക്ക് എറണാകുളം എന്ന് പറയുന്ന ഒരു ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പോകുന്ന വഴിയിലൊന്നും നമുക്ക് കയറ്റി വണ്ടി റെഡിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നേരെ ഇപ്പോൾ പാലോട് നിന്ന് എറണാകുളം പോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ അത് റെഡിയാക്കാൻ പറ്റും. എറണാകുളത്ത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെക്കാനിക് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് റെഡിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ തന്നെ തിരിച്ച് രണ്ടാമത്തെ ട്രിപ്പ് അവിടെ നിന്ന് എടുത്ത് ഇതിരെ വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് KSRTC ഇരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി ചെറ്റത്തരം കാണിക്കരുത്. അത് നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെന്നില്ല. വാങ്ങിക്കുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ റിസൈൻ എഴുതി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് നിങ്ങൾ എന്തോ ചെയ്തോ. കൊടുക്കുന്ന പൈസയ്ക്ക് പണി ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്, ജോലി കിട്ടാതെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്ന് ഗവൺമെൻറ് തീറ്റിപ്പോറ്റി അതൊരു മോശം പരിപാടിയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്കുണ്ടായ ഒരു ബാഡ് ഇൻസിഡൻ്റാണിത്. അത് ഞാൻ വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല യാത്രാ വീഡിയോസും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എനിക്കിപ്പോഴും റെഡി ആയിട്ടില്ല, എൻ്റെ കണ്ടീഷൻ ഒട്ടും റെഡി ആയിട്ടില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചതേ ഉള്ളൂ, അതും ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഒരു KSRTCയുടെ ഒരു വിഭാഗക്കാരുടെ അനാസ്ഥ കാരണം ഇത്രയൊക്കെ സംഭവിച്ചതിൽ നന്ദി. ഇനിയെങ്കിലും വാങ്ങിക്കുന്ന ശമ്പളത്തിന് ജോലി എടുക്കാൻ ശ്രമിക്കട്ടെ നാണമില്ലാത്തവന്മാരെ. ശരി, അപ്പോൾ എന്നാൽ മറ്റൊരു വീഡിയോ കാണാം.